നമ്മളിവിടെ വന്നപ്പോൾ മീനക്കാട് ദിസ് ഈസ് അവർ ടൂർ ഗൈഡ് ടുഡേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ ഗൈഡ് ചെയ്യുന്നത് സുഷു ആയിരിക്കും അല്ലേ അല്ലേ? സോ ഫാർ ഇതാണിപ്പോൾ എൻ്റെ മോളുടെ ഫേവറേറ്റ് സോങ്. ഇത് കേൾക്കുമ്പോൾ താളം പിടിക്കാറുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്. ഒരു വേറെ വേൾഡിൽ തന്നെയാണ് ഈ സോങ് കേൾക്കുമ്പോൾ. ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷം, ഞങ്ങളിന്ന് മറൈൻ വേൾഡിലേക്ക് പോവുകയാണ്. കുറച്ചധികം ദൂരമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. വെയിറ്റ് ചെയ്ത് ഒരാളിവിടെ ടയർഡായിട്ട് കിടപ്പായി. ഇങ്ങനെയാണ് എൻ്റെ മോള് കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടക്കാറ്. എൻ്റെ കൈ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ കൈ പിടിച്ചാണ് എൻ്റെ മോള് കിടക്കാറ് ബാക്കിൽ. മറൈൻ വേൾഡിലേക്ക് കയറുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഈവൻ ദോ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അവിടെയുള്ള പ്ലേറ്റ്സ് എപ്പോൾ തറയിൽ വീഴും, എപ്പോൾ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും പൊട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു അലേർട്ടിലാണ് ഞാനിരിക്കുന്നത്. ഇതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാകും. You know what I mean. If you know, you know. Sometimes I wondered എങ്ങനെയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും ഇങ്ങനെ സ്റ്റഡി ആയിട്ടൊക്കെ നിന്ന് വരുന്നതെന്നുള്ളത്. കാരണം ഇവിടെ അത് നടക്കാറേ ഇല്ല. ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ കുറേ നേരമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ഹിയർ. മറൈൻ വേൾഡിലേക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് പോവുക. ഒരുപാട് കാണാനും ഉണ്ട്, ഒരുപാട് നടക്കാനും ഉണ്ട്. ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് സ്ഥലം. ഞാനൊരു ഫോട്ടോ എടുക്കാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഓടി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പ്ലേസ് തന്നെയാണ് മറൈൻ വേൾഡ്. ഇതെന്താ ആമയെ കണ്ടോ? ദാണ്ടെ മുകളില് ആമയെ കണ്ടോ? ആമയുണ്ടോ? ആമ ദാണ്ടെ ആമ, വലിയ ആമ ഉണ്ടോ? തൊടണോ? എല്ലായിടത്തും കയറി നടന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഇവിടെ ഒരാൾ. ഇത്രയും നേരം എൻ്റെ കൈ പിടിച്ച് നടന്ന ആളാണ്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ മാരത്തോണാണ്. ഇതിൻ്റെ പിന്നാലെ ഞാൻ. മറൈൻ വേൾഡിൻ്റെ അകത്ത് കയറാൻ എൻട്രൻസിൽ നിന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഓൺ ദ വേ തന്നെ കുറേ കാര്യങ്ങൾ, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ സമയം അങ്ങനെ പോകും. വേഗം പോയി വേഗം വരാൻ എന്നൊരു പ്ലാനിങ്ങിലാണെങ്കിൽ അത് നടക്കില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് നടക്കാനും കാണാനും തന്നെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഈ ഒരു ഏരിയയിൽ ചുറ്റിപ്പറ്റി പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. കാരണം ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ അകത്തേക്ക് പോയിരുന്നു. മാരത്തോൺ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെ ഈ പഴയ സൈസിലേക്ക് വീണ്ടും വന്നുണ്ട്. അതിനുള്ള ആൻസർ എന്തായത്, ഓടി കാലറീസ് കുറഞ്ഞതാണ്. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ഈ ഒരു സീനറി കണ്ടപ്പോൾ ഒന്ന് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. ഫോട്ടോ ഒന്നും എടുക്കാനായിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ആയിട്ട് എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം കൂടെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. ആ നേരെ കാണുന്ന അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മറൈൻ വേൾഡിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുക. ഒരുപാട് ദൂരമുണ്ട്.
ഒന്ന് അതിൻ്റെ അകത്തൊന്ന് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ നമ്മൾ മറൈൻ വേൾഡിൻ്റെ അകത്ത് കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് ഡീപ്പ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ മറൈൻ വേൾഡിൽ കയറിയതിന് ശേഷം കയറാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ അപ്പൂവിനെ പോലെ ഒരു ബേബീനെ കണ്ടു. ഏത് ബേബീസിനെ കണ്ടാലും ഇദ്ദേഹത്തിന് അത് അപ്പുവാണ്. അപ്പു എൻ്റെ ചേട്ടൻ്റെ മോനാണ്. ഡീപ്പ് വണ്ടേഴ്സിൽ 7 പേരെ വെച്ചാണ് കയറ്റുക. അപ്പോൾ അത്രയും ആൾക്കാരുള്ളത് കാരണം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും എൻ്റെ മോൾക്കുള്ള പേഷ്യൻസ് ഇല്ല. സോ ഞങ്ങൾ അങ്ങനെ മറൈൻ വേൾഡിൻ്റെ അകത്ത് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. കയറുന്നതിന് മുന്നേ ആയിട്ട് ഇദ്ദേഹത്തിന് ആനക്കുട്ടിയുടെ മേലെ കയറണമെന്നൊരാഗ്രഹം. അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മറൈൻ വേൾഡിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇല്ല. ഈ ഫിഷ് ടാങ്ക്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോയ്ക്കും അത്ര ക്ലാരിറ്റി ഉണ്ടായിരിക്കുള്ളൂ. എന്നാലും ഇതിൻ്റെ അകത്ത് നല്ലൊരു വൈബായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നിയത് ഈ പ്രീമിയർ പത്മിനി കാറാണ് കേട്ടോ. നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ അത്ര അറിയാൻ പറ്റുമോയെന്ന് അറിയില്ല. അതുമാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ഫസ്റ്റ് കാറാണ് പ്രീമിയർ പത്മിനി. സോ ഇത് കണ്ടപ്പോൾ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായി എനിക്ക്. കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ കൂടുതൽ സഞ്ചരിച്ചിരുന്നത് ഈ കാറിലായിരുന്നു. പക്ഷേ ഈ കാർ ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല. വീഡിയോയിൽ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ അതിമനോഹരമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണം. ഇദ്ദേഹം വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാ മീനെ മീനെ മീനേ എന്നൊക്കെ വിളിച്ചങ്ങ് നടക്കുകയാണ്. വേറൊരു നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സെൻട്രലൈസ്ഡ് AC ആണ്. അത് കാരണം നമ്മൾ ഒരുപാട് ടയേർഡാവില്ല. നമ്മൾക്ക് തന്നെ ഒരു കുറേ നേരം നമുക്ക് ഇതിൻ്റെ അത് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് അതിനുള്ളിൽ. ഇവിടെ ഓരോ ഫിഷ് ടാങ്കിൽ നിന്നും നമ്മൾ അടുത്തടുത്തേക്ക് പോകുമ്പോഴേക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ചില മീനുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നേരിട്ട് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഭാഗ്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ടാക്കി തന്ന ആൾക്ക് വളരെ വലിയൊരു ഞാൻ നന്ദി പറയുകയാണ്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ മീനുകൾ TV-യിലൊക്കെ കാണാനല്ലേ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇതിൻ്റെ ഓണർക്ക് അറിയിക്കുകയാണ്. അങ്ങനെ കുറേ നടന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഫിഷ് ടാങ്കിൻ്റെ ഫ്രണ്ടിൽ വന്നെത്തി. എനിക്ക് ഈ ഒരു ഫിഷ് വളരെ യുണീക്കായിട്ട് തോന്നി. എല്ലാ ഫിഷസും യുണീക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു മോഡൽ ഫിഷിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി. അതോ ആ നിമോ ഫിഷിൻ്റെ കളറ് മാറിയതാണോ, അങ്ങനെയും തോന്നി. അക്വേറിയം തെറാപ്പി അല്ലെങ്കിൽ ഫിഷ് വാച്ചിങ് തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? മൈൻഡ് കാമാക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഹാർട്ട് റേറ്റ് സ്ലോ ആക്കാനും നമുക്ക് പീസ്ഫുൾ ഫീലിംഗ് നൽകാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽസിലും റെസ്റ്റോറൻറ്റ്സിലും ക്ലിനിക്സിലും സ്പാസിലും ഒക്കെ അക്വേറിയം വെക്കുന്നത്. ഇനി നിങ്ങളിങ്ങനെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കട്ടോ. അത് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു മീനെ കണ്ടത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് പാമ്പാണെന്നാണ് കരുതിയത്. ഇത് ആനക്കൊണ്ടേനൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. ഇതിനെ കണ്ടപ്പോൾ എൻ്റെ ചാന്തുപൊട്ടു സിനിമയിലൊരു ഡയലോഗില്ലേ, താണ്ട കിടക്കുന്നു മത്തങ്ങ പോലെ ഒരു അതുപോലെ. വീഡിയോയിൽ ഇത് അറിയാൻ പറ്റുന്നതാണെന്ന് അറിയില്ല. പക്ഷേ ഇത് വെരി ഹ്യൂജായിട്ടുള്ള ഒരു മീനാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫിഷ് സ്പാ എന്ന് പറയും ഇതിനെ. നമ്മളിവിടെ കാലനക്കാണ്ട് കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മീനുകൾ നമ്മളെ കാലിൽ ഡേർട്ടൊക്കെ വന്ന് കഴിക്കും. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു റിലാക്സേഷൻ തെറാപ്പി എന്നൊക്കെയാണ് ഇതിനെ പറയുക. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരു 3 years ബാക്ക് നമ്മൾ ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട്, വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടൊപ്പം ഞാൻ ആഡ് ചെയ്യാം. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. നമ്മൾക്കൊരു ബേബിയൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ പോയിട്ടുള്ളൊരു സ്ഥലത്ത്
നമ്മൾ പിന്നീട് നമ്മൾ ബേബീനെയും കൊണ്ട് പോകുമ്പോൾ ആ പ്ലേസ് മോർ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, മോർ സ്പെഷ്യലായിട്ടും ഫീൽ ചെയ്യും. ആൻഡ് ഫിഷ് സ്പായൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഇവിടേക്കാണ്. ഇത് ക്യാൻറ്റീൻ്റെ തൊട്ട് അടുത്തിരിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. സോ അങ്ങനെ കുറച്ച് നേരം ഇദ്ദേഹത്തിനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ നിന്നു. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയായിരുന്നു. ഇവിടെ ഒരു സ്നോയി ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഫീൽ ചെയ്തത്. ഓരോ സെക്ഷൻസിലും ഓരോ ആംബിയൻസാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 87 എന്ന് കൊടുത്തിരിക്കുന്നത് ടാങ്കിൻ്റെ നമ്പറാണ്. നമ്മൾ എത്ര അക്വേറിയം പാസ് ചെയ്തു എന്നുള്ള നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 87 വരെ എത്തി. ഈ സൈഡിലേക്ക് കയറിയപ്പോഴത്തേക്കും കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ആൾക്കാർ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതേ ആൾ നടന്നങ്ങ് പോവുകയാണ്, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതിൻ്റെ അകത്തൊരു പ്രത്യേക ആംബിയൻസ് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന പോലെ തന്നെ തോന്നി. പിന്നെ മീനുകളും അതിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു കളർ കോമ്പിനേഷന് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഈ ബ്ലാക്ക് ഫിഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈ ഒരു സെക്ഷൻ. ഞാൻ കുറേ ട്രൈ ചെയ്തു ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു രക്ഷയുമില്ല. ഇദ്ദേഹം അപ്പോഴേക്കും അടുത്ത അപ്പൂസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണുന്ന ബേബീസൊക്കെ ഇദ്ദേഹത്തിന് അപ്പുവാണ്. Takwe. Taku. Caca കൊടുത്തിട്ട് ബാ. Caca കൊടുത്തേ. ബൈ പറ. ഇദ്ദേഹത്തിന് ബേബീസിനെ ഭയങ്കര ഇഷ്ടമാണ്. ആരെ കണ്ടാലും എടുക്കാനും കളിപ്പിക്കാനും ഒക്കെ ആൾ പോകും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം ഒരു ബ്ലൂ മയമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇതിനുള്ളിലും. ഇവിടെ അക്വേറിയത്തിനുള്ളിലുള്ള ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു ബ്ലൂ എസ്തെറ്റിക് ഫീലായിരുന്നു ഇതിനുള്ളിൽ നിന്നപ്പോൾ എനിക്ക് ഫീലായത്. ഇതിനുള്ളിൽ നിന്നൊരു സെൽഫി എടുക്കാനൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തു. ഓഫ് കോഴ്സ് സ്വാഭാവികം, കിട്ടത്തില്ല. നിരാശയോടെ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇതിനുള്ളിൽ
പക്ക ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു. മാത്രമല്ല ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന ഒരു തണുപ്പും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ക്രൗഡ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഇത്രയും ക്രൗഡ് ഉള്ളത് മനസ്സിലായത്. പിന്നെ ഒരു അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ മാറാൻ കുറേ ടൈം എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പം ചിലതൊന്നും നമ്മളങ്ങനെ നിന്ന് കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ വേഗം വേഗം പോകാനായിട്ട് പിന്നീട് അവിടുന്ന് ഒന്ന് വേഗം ഇറങ്ങാനായിട്ടാണ് ഞങ്ങൾ പിന്നീട് തീരുമാനിച്ചെങ്കിലും അത് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കാരണം എക്സിറ്റ് ഇനിയും കുറേ പോകണം. അത് മാത്രമാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോകണം എന്ന് വെച്ചാൽ കുറേ വീണ്ടും നടന്ന് അങ്ങറ്റം വരെ നമ്മൾ നടക്കേണ്ടി വരും. നമുക്ക് പെട്ടെന്നൊന്ന് ഇറങ്ങാനായിട്ടുള്ളൊരു എക്സിറ്റ് ഒരു ഡോറില്ല അവിടെ. അതാണ് എനിക്ക് തോന്നിയ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുള്ളിൽ. സോ ഞങ്ങൾ വീണ്ടും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് തന്നെ പിന്നെ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ കുറേ നേരം ഈ ഷാർക്കിനെ നോക്കി ഇവിടെ നിന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വളരെ ഫാസിനേറ്റഡ് ആയിട്ട് തോന്നിയ വേറെ ഒരു ഇതാണ് ഈ കാണുന്ന അക്വേറിയം. ഈ മീനുകൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് കാണാനും ഒരു ഭംഗിയുണ്ടായിരുന്നു. വരച്ച് വെച്ച പോലെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിൽ കാണാൻ വളരെ നല്ല ഭംഗിയായിരുന്നു. പറയാൻ വാക്കുകളില്ല. അത്ര നല്ല ഭംഗിയായിരുന്നു ഈ മീനുകൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. കണ്ട് തീരുന്നില്ലല്ലോ എന്ന് പിന്നെ നമുക്ക് തോന്നാൻ തുടങ്ങി. ബോറിംഗ് ആയതുകൊണ്ടല്ല, ഒരിക്കലും ബോറായിരുന്നില്ല. ഞങ്ങൾക്ക് വീട്ടിലെത്തേണ്ട ഒരു വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇത് തീരുന്നില്ല. പിന്നെ വേറെ എക്സിറ്റ് ഡോറില്ല. പിന്നെ നമ്മൾ കണ്ടിട്ട് തന്നെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് വീണ്ടും വന്നെത്തി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ വേഗം നടക്കാൻ തയ്യാറാകുന്നില്ല. ആൾക്ക് ഇവിടെ അങ്ങ് കിടന്നാൽ മതി എന്നായി അവസാനം. മറൈൻ വേൾഡിലെ ഈ ഒരു സ്പോട്ടാണ് ഈ ഒരു ജേണിയുടെ ടെയിൽ എൻഡ്. ഇതും കൂടെ കഴിഞ്ഞ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ നിന്ന് എടുത്ത വീഡിയോസ് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ഇതൊക്കെ എനിക്കൊരു വലിയ ഒരു സ്വീറ്റ് മെമ്മറി തന്നെയാണ്. പോയ സ്ഥലങ്ങളിൽ വീണ്ടും ഞങ്ങളുടെ പുതിയ ഹ്യൂമനെ കൊണ്ട് വരുമ്പോൾ. ആൻഡ് ഐ വാസ് ഓൾസോ ഹോപ്പിംഗ് മെർമെയ്ഡ്സ് വല്ലതും ഇതിനുള്ളിലുണ്ടോ, അങ്ങനെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഹോപ്പ് ചെയ്തിരുന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും. ഇപ്പോൾ ഇവർ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ബട്ട് അങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ അവർ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യും. പക്ഷേ ഒരു ഓർഡിനറി ഡേയിൽ നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെർമെയ്ഡ്സിനെ നമുക്ക് കാണാനായിട്ടൊന്നും കഴിയില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ലാസ്റ്റ് അക്വേറിയത്തിൽ എത്തിയിരിക്കുകയാണ്. ആളിവിടെ എല്ലാത്തിനും ബായും കീസൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അങ്ങനെ എക്സിറ്റ് ഡോർ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. പണ്ടും ഞാൻ ഇവിടെ വന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ഈ ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്തിട്ട് അതിനൊക്കെ ടച്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അന്ന് എടുത്ത വീഡിയോയും ഇന്നെടുത്ത വീഡിയോയും എനിക്ക് വളരെ സ്പെഷ്യലാണ്. അതായത് ഒരു 3 years ബാക്ക് ഈ ഭൂമിയിലേ ഇല്ലാതിരുന്ന ഒരാൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വരികയും ആ സെയിം പ്ലേസിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമ്പോൾ ഒരു വലിയ മിറാക്കിളായിട്ടാണ് ഈ മൊമെൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നേരം അക്വേറിയത്തിൻ്റെ അകത്ത് മീനുകളെ തൊടാൻ പറ്റാത്ത വിഷമം എന്തായാലും ഇതോടുകൂടി തീർന്നു കിട്ടി. മതി വരുമോളം ഇതിനെല്ലാത്തിനെയും തൊട്ട് തലോടിയിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഫിഷിനെ തൊടണം എന്നുള്ളൊരാഗ്രഹം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ടും ഇവിടെ നിന്ന് വരാൻ ആൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ നമ്മൾ കുട്ടികളും കൊണ്ട് വന്നാൽ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കില്ല എന്നുള്ളത് എനിക്ക് ഇതോടുകൂടി മനസ്സിലായി. എന്നിട്ടും നമ്മൾ കുറേ ടൈം ഇവിടെ നിൽക്കേണ്ടി വന്നു. കരയിക്കാതെ കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കാരണം പതുക്കെ തന്നെ നമുക്ക് പോകാം എന്നുള്ള തീരുമാനത്തിൽ വീണ്ടും എത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ പോകും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത കാരണം ഞാൻ അങ്ങ് വേഗമേ നടന്നു. ഞാൻ നടന്നു തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പിന്നാലെ ഒരാൾ ഓടി വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് പുറത്ത് ചാടാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയത്. സോ ഗായ്സ്, ഞങ്ങളങ്ങനെ കാറെടുത്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ
അണഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പോലും അറിഞ്ഞില്ല ഇറങ്ങിയായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഒരാളിത് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കാണുന്നത്. ഈ വീഡിയോൻ്റെ അവസാനം വരെ കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.